students. Today we are going to discuss our next topic from electroanalytical methods, that is voltammetry. You have to mainly study anodic stripping voltammetry and voltammetric sensors. So first of all, we will discuss what is voltammetry. It is an electroanalytical technique. It gives the information about the analyte. We can even measure the amount of current by varying the voltage, and the change in current with the varying voltage gives a plot and is known as voltammogram. There is a minimum potential required to initiate an oxidation or reduction reaction at an electrode. So എന്താണ് വോൾട്ടാമെട്രി എന്ന് പറഞ്ഞാൽ അതൊരു ഇലക്ട്രോ അനലിറ്റിക്കൽ ടെക്നിക്കാണ്. ഈ മെത്തേഡ് വഴി നമുക്ക് അനലൈറ്റിൻ്റെ ഇൻഫർമേഷനാണ് കിട്ടുക. ഇവിടെ നമ്മൾ വോൾട്ടേജിനെ വേരി ചെയ്തിട്ട് കറൻറ്റിൻ്റെ എമൗണ്ട് മെഷർ ചെയ്യുകയാണ് ചെയ്യുക. ദാറ്റ് ഈസ് മെഷർ ദ എമൗണ്ട് ഓഫ് കറൻറ്റ് ബൈ വേരിങ് ദ വോൾട്ടേജ്. ദെൻ ഈ കറൻറ്റിൻ്റെ ചേഞ്ച്, വോൾട്ടേജ് വേരി ചെയ്യുന്നതിനനുസരിച്ച് കറൻറ്റിൽ വരുന്ന ചേഞ്ചിനെ നമ്മൾ പ്ലോട്ട് ചെയ്യും. ആ പ്ലോട്ടിനെയാണ് നമ്മൾ വോൾട്ടാമോഗ്രാം എന്ന് പറയുന്നത്. ദെൻ ഒരു ഇലക്ട്രോഡിൽ ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ റിയാക്ഷൻ നടത്തണമെങ്കിൽ ഒരു മിനിമം പൊട്ടൻഷ്യൽ നമ്മൾ കൊടുക്കണം. then only the reaction will initiate. എന്നാൽ മാത്രമേ ഒരു ഓക്സിഡേഷൻ റിഡക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുള്ളൂ. സോ വോൾട്ടാമെട്രി ഇലക്ട്രോ അനലിറ്റിക്കൽ മെത്തേഡാണ്. അനലൈറ്റിന് ഇൻഫർമേഷനാണ് തരിക. വി മെഷർ ദ കറൻറ്റ് ബൈ വേരിങ് ദ വോൾട്ടേജ്. വോൾട്ടേജിൻ്റെ ചേഞ്ചിനനുസരിച്ച് കറൻറ്റിനുള്ള ചേഞ്ച് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതിനാണ് വോൾട്ടാമോഗ്രാം എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ ഓഫ് ഇലക്ട്രോഡ് ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം പൊട്ടൻഷ്യൽ വി ഷുഡ് അപ്ലൈ. Next is its instrumentation. So it is a 3 electrode system. First one is the working electrode, second one is the reference electrode, and third one is the auxiliary electrode. So instrumentation lu parnal ee voltammetry il mainly it is a 3 electrode system aanu: working electrode, reference electrode, and auxiliary electrode. Let us see individually. Working electrode. So working electrode ranges from small mercury drop to flat platinum disc. വർക്കിംഗ് ഇലക്ട്രോഡ് എവിടെ നിന്ന് റേഞ്ച് ചെയ്യുന്നത്? സ്മോൾ മെർക്കുറി ഡ്രോപ്പ് മുതൽ ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലാറ്റിനം ഡിസ്ക് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ അതർ കോമൺലി യൂസ്ഡ് ഇലക്ട്രോഡ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ഗോൾഡ്, പ്ലാറ്റിനം ആൻഡ് ഗ്ലാസി കാർബൺ. ഗോൾഡ് ഇലക്ട്രോഡ്, ഗ്ലാസി കാർബൺ, the figures are given below. Then depending on the choice of working electrode, the type of voltammetry is decided. അതായത് വർക്കിംഗ് ഇലക്ട്രോഡിൻ്റെ ചോയ്സിനനുസരിച്ച് വോൾട്ടാമെട്രിൻ്റെ ടൈപ്പിൽ വ്യത്യാസം വരും. സോ ഇഫ് യു യൂസ് ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ്, the method will be polarography technique. If you use platinum electrode, then there will be cyclic voltammetry. If you use glassy carbon, then it will be linear sweep voltammetry. Next one is reference electrode. Usually standard electrode is used as a reference electrode. Its potential is constant. It provides potential to the working electrode, and the common reference electrode are calomel electrode and silver in silver chloride electrode. സോ റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡിനെയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് ചൂസ് ചെയ്യുള്ളൂ. ഈ റെഫറൻസ് ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ വിൽ ബി കോൺസ്റ്റൻറ്റ്. ഈ റെഫറൻസ് ഇലക്ട്രോഡാണ് നമ്മുടെ വർക്കിംഗ് ഇലക്ട്രോഡിന് പൊട്ടൻഷ്യൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഇലക്ട്രോഡിൽ ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ ഏതാ വെച്ചാൽ സംഭവിക്കുള്ളൂ. ഒരു പൊട്ടൻഷ്യൽ നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ അവിടെ റിയാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുള്ളൂ. സോ ആ പൊട്ടൻഷ്യൽ വർക്കിംഗ് ഇലക്ട്രോഡിന് കൊടുക്കുന്നത് റെഫറൻസ് ഇലക്ട്രോഡാണ്. നമ്മൾ കോമൺലി യൂസ്ഡ് റെഫറൻസ് ഇലക്ട്രോഡ്സ് ആർ കലോമൽ ഇലക്ട്രോഡ് ആൻഡ് സിൽവർ ഇൻ സിൽവർ ക്ലോറൈഡ് ഇലക്ട്രോഡ്. ദെൻ ഓക്സിലറി ഇലക്ട്രോഡ്. Auxiliary electrode is usually a thin platinum wire. It serves merely to carry the current flowing through the cell. Usually redox reaction occurs simultaneously at the auxiliary electrode. ഒരു ഓക്സിലറി ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി അതൊരു തിൻ പ്ലാറ്റിനം വയർ ആയിരിക്കും. ഈ സെല്ലിലൂടെ കറൻറ്റിനെ ക്യാരി ചെയ്യാനാണ് നമ്മളിത് യൂസ് ചെയ്യുക. യൂഷ്വലി റിഡോക്സ് റിയാക്ഷൻ ആയിരിക്കും സൈമിൾട്ടേനിയസ് ആയിട്ട് ഈ ഓക്സിലറി ഇലക്ട്രോഡിൽ നടക്കുക. Next, types of voltammetry. There are different types of voltammetry.
like linear sweep voltammetry, staircase voltammetry, cyclic voltammetry, square wave voltammetry, anodic stripping voltammetry, cathodic stripping voltammetry, absorptive stripping voltammetry, alternating current voltammetry, polarography, rotated electrode voltammetry, normal pulse voltammetry, differential pulse voltammetry, and chronoamperometry. These are the various methods of various types of voltammetry, and we want to discuss only the anodic stripping voltammetry. So before that, we should learn what is stripping analysis. So electrochemical stripping analysis is a set of analytical chemistry methods based on voltammetry or potentiometry that are used for the quantitative determinations of ions in solution. Stripping voltammetry are the most efficient electrochemical techniques for trace analysis. In comparison to conventional polarographic work, determination by stripping voltammetry are generally more sensitive. Chemically modified electrons have been employed for the analysis of organic and inorganic compounds. So, electrochemical stripping analysis എന്ന് പറഞ്ഞാൽ അതൊരു അനലിറ്റിക്കൽ കെമിസ്ട്രി മെത്തേഡാണ്. ഈ മെത്തേഡ് ബേസ് ചെയ്തിരിക്കുന്നത് വോൾട്ടാമെട്രി അല്ലെങ്കിൽ പൊട്ടൻഷ്യോമെട്രിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു അനലിറ്റിക്കൽ കെമിസ്ട്രി മെത്തേഡാണ്. ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് സൊല്യൂഷനിലെ അയോൺസിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ടാണ്. സോ ഈ ഇലക്ട്രോകെമിക്കൽ സ്ട്രിപ്പിംഗ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു അനലിറ്റിക്കൽ മെത്തേഡ് തന്നെയാണ്. വോൾട്ടാമെട്രി ഒരു പൊട്ടൻഷ്യോമെട്രിക്ക് ബേസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ സൊല്യൂഷനിലുള്ള അയോൺസിനെ ക്വാണ്ടിറ്റേറ്റീവ്ലി ഡിറ്റർമിൻ ചെയ്യാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഈ സ്ട്രിപ്പിംഗ് വോൾട്ടാമെട്രി മോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്. എന്തിന്? ട്രേസ് അനാലിസിസ്. ട്രേസ് എമൗണ്ട് ആയിട്ടുള്ള പാർട്ടിക്കിളിനെ പോലും ഇത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ മോസ്റ്റ് എഫിഷ്യൻറ്റ് ഇലക്ട്രോകെമിക്കൽ ടെക്നിക്സ് ഫോർ ട്രേസ് അനാലിസിസ്. ഇനി വേറെ കൺവെൻഷൻ പൊളാരോഗ്രാഫിക് വർക്കിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രിപ്പിംഗ് വോൾട്ടാമെട്രി എന്ന് പറയുന്നത് മറ്റേതിനേക്കാൾ കൂടുതൽ സെൻസിറ്റീവാണ്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കെമിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് ആണ് നമ്മൾ സ്ട്രിപ്പിംഗ് വോൾട്ടാമെട്രിക്ക് യൂസ് ചെയ്യുന്നത്. എന്തിനാണ്? which are employed for analysis of organic and inorganic compounds. So, anodic stripping voltammetry is a voltammetric method for the quantitative determination of specific ionic species. It allows researchers to detect multiple types of dissolved metal in one experiment. The metal film formed during the reduction step concentrate the metal particles at the electrode. For reduction of very low concentration, ppb range of metal ions is possible. It detects mu g by L concentrations of analyte, and this method has an excellent detection limit, typically 10 to 9 or 10 to 10 m. The stripping step can be either linear, staircase, square wave or pulse. So, anodic stripping voltammetry is a voltammetric method. സ്പെസിഫിക് അയോൺസിനെ ഡിറ്റർമിൻ ചെയ്യാൻ, ക്വാണ്ടിറ്റേറ്റീവ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റിസർച്ചേഴ്സ് എന്തിന് യൂസ് ചെയ്യും? ഒരു എക്സ്പെരിമെൻറ്റിൽ തന്നെ ഒരുപാട് മെറ്റൽസ്, മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഡിസോൾവ്ഡ് മെറ്റൽസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് വെച്ച് തന്നെ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഈ ഡിസോൾവ്ഡ് മെറ്റലിനെ ഡിറ്റക്ട് ചെയ്യാൻ ഈ മെത്തേഡ് റിസർച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യലുണ്ട്. അതായത് ഒരു എക്സ്പെരിമെൻറ്റിൽ തന്നെ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഡിസോൾവ്ഡ് മെറ്റൽസിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ദെൻ റിഡക്ഷൻ സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും? ഒരു മെറ്റൽ ഫിലിം ഫോം ചെയ്യും. ഈ ഫോം ചെയ്ത മെറ്റൽ ഫിലിമിലുള്ള മെറ്റൽ പാർട്ടിക്കിൾസ് ഇലക്ട്രോഡിൽ വന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും. സോ നമുക്ക് ലോ കോൺസെൻട്രേഷനിലുള്ള ഡിറ്റക്ഷൻ ഓഫ് അയൺസ് പോലും എളുപ്പത്തിൽ നടക്കും. അതായത് റിഡക്ഷൻ മെത്തേഡിൽ ഒരു മെറ്റൽ ഫിലിം ഫോം ചെയ്യും. ഈ മെറ്റൽ ഫിലിമിലുള്ള മെറ്റൽ പാർട്ടിക്കിൾസൊക്കെ ഇലക്ട്രോഡിൽ പോയി കോൺസെൻട്രേറ്റ് ചെയ്യും. സോ ഡിറ്റക്ഷൻ അറ്റ് വെരി ലോ കോൺസെൻട്രേഷൻ ഈസ് പോസിബിൾ. ദെൻ mu g by L കോൺസെൻട്രേഷൻ ഓഫ് അനലൈറ്റിനെ പോലും അത്രയും ചെറിയ കോൺസെൻട്രേഷൻ പോലും നമുക്ക് ഈസിലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇതിന് എക്സലൻറ്റ് ഡിറ്റക്ഷൻ മെത്തേഡാണുള്ളത്. സ്ട്രിപ്പിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് either it can be linear, staircase, square wave or pulse. There are many types, as we already say, there are many types of voltammetry. We are concentrating on anodic stripping voltammetry. Then, anodic stripping voltammetry is a voltammetric method for the quantitative determination of specific ionic species. Then the analyte of interest is electroplated on the working electrode during a deposition step and the oxidized from the electrode during the stripping step. The current is measured during the stripping step. The oxidation of species is regarded as a peak in the current signal at the potential at which the species begins to be oxidized. The stripping step can be linear, staircase, square wave or pulse.
Anodic stripping voltammetry usually incorporates 3 electrodes: a working electrode, auxiliary electrode, and reference electrode. The solution being analyzed usually has an electrode added to it. For most standard tests, the working electrode is a bismuth or mercury film electrode. As we already say, it is used for the quantitative determination of specific ions. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു റിഡക്ഷൻ സ്റ്റെപ്പിൽ ഒരു മെറ്റൽ ഫിലിം ഫോം ചെയ്യും. ഈ മെറ്റൽ ഫിലിമിലുള്ള ഈ മെറ്റൽ പാർട്ടിക്കിൾസ് ഇലക്ട്രോഡിൽ വന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് പറയുന്നു. സോ ഇവിടെ ക്ലിയർലി പറയുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന അനലൈറ്റ് എന്ത് ചെയ്യും, വർക്കിംഗ് ഇലക്ട്രോഡിൽ പോയിട്ട് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യും ഡ്യൂറിങ് ദ ഡെപ്പോസിഷൻ സ്റ്റെപ്പിൽ നമ്മുടെ അനലൈറ്റ് വർക്കിംഗ് ഇലക്ട്രോഡിൽ പോയി ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് നിൽക്കും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ട്രിപ്പിംഗ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ഇത് ഇലക്ട്രോഡിൽ നിന്ന് ഓക്സിഡൈസ് ചെയ്ത് പോകും, ഓക്സിഡൈസ്ഡ് ഫ്രം ദ ഇലക്ട്രോഡ്. അപ്പോൾ ഈ സ്ട്രിപ്പിംഗ് സ്റ്റെപ്പിലാണ് നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്നത്. നമ്മുടെ അനലൈറ്റ് വർക്കിംഗ് ഇലക്ട്രോഡിൽ പോയിട്ട് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യും ഡ്യൂറിങ് ദ ഡെപ്പോസിഷൻ സ്റ്റെപ്പ്. ദെൻ ഇൻ ദ സ്ട്രിപ്പിംഗ് സ്റ്റെപ്പ് ഇറ്റ് ഗെറ്റ് ഓക്സിഡൈസ്ഡ് ഫ്രം ദ ഇലക്ട്രോഡ്. ഈ സ്ട്രിപ്പിംഗ് സ്റ്റെപ്പിലാണ് നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്നത്. ദെൻ നമ്മുടെ സ്പീഷീസ് ഓക്സിഡൈസ് ചെയ്യാൻ നമ്മളൊരു പർട്ടിക്കുലർ പൊട്ടൻഷ്യൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓക്സിഡേഷൻ നടക്കുന്ന നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുക, കറണ്ട് സിഗ്നലിൽ ഒരു പീക്ക് കാണും. ആ പീക്കിൽ നിന്നാണ് ഓക്സിഡേഷൻ രജിസ്റ്റർ ചെയ്തത്. ഓക്സിഡേഷൻ നടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഫ്രം ദ പീക്ക് ഇൻ ദ കറണ്ട് സിഗ്നൽ. ആൻഡ് ദ സ്ട്രിപ്പിംഗ് സ്റ്റെപ്പ് ക്യാൻ ബി ലീനിയർ, സ്റ്റെയർകേസ്, സ്ക്വയർ വേവ് ഓർ പൾസ്. Then we earlier discussed that it incorporates 3 electrodes: working electrode, auxiliary electrode, and reference electrode. The solution being analyzed usually has an electrolyte added to it. നമ്മൾ അനലൈസ് ചെയ്യുന്ന സൊല്യൂഷനിൽ ഒരു ഇലക്ട്രോലൈറ്റും ആഡ് ചെയ്തിട്ടുണ്ടാവും. മോസ്റ്റ് സ്റ്റാൻഡേർഡ് ടെസ്റ്റിലും വർക്കിംഗ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത് ബിസ്മത്ത് അല്ലെങ്കിൽ മെർക്കുറിയാണ്. Then anodic stripping voltammetry incorporates 4 steps. If the working electrode is a mercury film or mercury drop electrode, and the solution incorporates stirring. അതായത് ആനോഡിക് സ്ട്രിപ്പിംഗ് വോൾട്ടാമെട്രിയിൽ 4 സ്റ്റെപ്പാണുള്ളത്. വർക്കിംഗ് ഇലക്ട്രോഡ് മെർക്കുറി ഫിലിമോ മെർക്കുറി ഡ്രോപ്പോ വർക്കിംഗ് ഇലക്ട്രോഡ് മെർക്കുറി ഫിലിം അല്ലെങ്കിൽ മെർക്കുറി ഡ്രോപ്പ് ഇലക്ട്രോഡ് ആണെങ്കിൽ സൊല്യൂഷൻ നമ്മളെപ്പോഴും സ്റ്റിർ ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഈ 2 കണ്ടീഷനാണെങ്കിൽ ആനോഡിക് സ്ട്രിപ്പിംഗ് വോൾട്ടാമെട്രിക്ക് 4 സ്റ്റെപ്പാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് 2 സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ദ സൊല്യൂഷൻ ഈസ് സ്റ്റിർഡ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 2 steps at a repeatable rate. The first step is a cleaning step. In the cleaning step, the potential is held at a more oxidizing potential than the analyte of interest for a period of time in order to fully remove it from the electrode. In the second step, the potential is held at a lower potential, low enough to reduce the analyte and deposit on the electrode. After the second step, the stirring is stopped and the electrode is kept at a lower potential. The purpose of this third step is to allow the deposited material to distribute more evenly in the mercury. അതായത് ഫസ്റ്റത്തെ 2 സ്റ്റെപ്പിലും സൊല്യൂഷൻ നല്ലോണം നമ്മൾ സ്റ്റിർ ചെയ്യും. ഈ ഫസ്റ്റ് സ്റ്റെപ്പിനെ നമ്മൾ ക്ലീനിങ് സ്റ്റെപ്പ് എന്ന് പറയും. ഈ ക്ലീനിങ് സ്റ്റെപ്പിൽ ഒരു നമ്മുടെ അനലൈറ്റിനെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്നൊരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, അതിനേക്കാളും കൂടുതൽ പൊട്ടൻഷ്യൽ ഫോർ എ പെർട്ടിക്കുലർ ടൈമിന് നമ്മൾ കൂടുതൽ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ആ ഇലക്ട്രോഡിൽ നിന്ന് കംപ്ലീറ്റ് റിമൂവ് ആയി പോകും. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഈ പൊട്ടൻഷ്യലിനെ കുറയ്ക്കും. എന്നിട്ട് ഈ അനലൈറ്റിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ആ പാകത്തിനുള്ള പൊട്ടൻഷ്യൽ കൊടുക്കും. എന്നിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് ഇലക്ട്രോഡിൽ വന്നത് ഡെപ്പോസിറ്റ് ചെയ്യും. ഈ സെക്കൻഡ് സ്റ്റെപ്പിന് ശേഷം നമ്മൾ സ്റ്റിറിങ് ഈ സ്റ്റോപ്ഡ്. ദെൻ ഇലക്ട്രോഡിലേക്ക് ലോവർ പൊട്ടൻഷ്യൽ കൊടുക്കുന്നു. ആഫ്റ്റർ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ സ്റ്റിറിങ് നിർത്തിയിട്ട് ലോവർ പൊട്ടൻഷ്യൽ കൊടുക്കുന്നു. തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഡെപ്പോസിറ്റ് ചെയ്ത മെറ്റീരിയലിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോളിഡ് ഇനേർട്ട് ഇലക്ട്രോഡ് ആണെങ്കിൽ ഈ സ്റ്റെപ്പ് അൺനെസസറി ആണ്. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ് ഇസ് raising the working electrode to a higher potential and stripping the analyte. As the analyte is oxidized, it gives off electron which are measured as current. ഫോർത്ത് സ്റ്റെപ്പിൽ എന്താണ്, ഹയർ പൊട്ടൻഷ്യലാണ് നമ്മൾ കൊടുക്കുന്നത് വർക്കിംഗ് ഇലക്ട്രോഡിൽ. അപ്പോൾ എന്ത് ചെയ്യും, ഇലക്ട്രോഡിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് അനലൈറ്റ് എന്ത് ചെയ്യും, ഗെറ്റ് സ്ട്രിപ്പിംഗ്, ഓക്സിഡേഷൻ സംഭവിക്കും. എന്നിട്ട് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ ഇലക്ട്രോൺസ് അതിൽ നിന്ന് പുറത്തു വരും. ആ ഇലക്ട്രോൺസിലാണ് നമ്മൾ കറണ്ടിന് മെഷർ ചെയ്യുന്നത്. Then anodic stripping voltammetry can detect μg/L concentration of analyte. Excellent detection method ഉണ്ട്. These are the features of anodic stripping voltammetry. Next topic is voltammetric sensors. In
In the broadcast definition, a sensor is a device, module, machines or subsystem whose purpose is to detect events or changes in its environment and send the information to other electronics, frequently a computer processor. A sensor is always used with other electronics. അതായത് ഒരു സെൻസർ എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു ഡിവൈസാണ്, ഒരു മെഷീനാണ്, ഒരു മോഡ്യൂളാണ് നമുക്ക് കൺസിഡർ ചെയ്യും. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ എൻവിയോൺമെൻറ്റിലുള്ള ഇവൻറ്റ്സും എൻവിയോൺമെൻറ്റിലുള്ള ചേഞ്ചസും ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ എൻവിയോൺമെൻറ്റിലുള്ള ചേഞ്ചസ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതൊരു ഇലക്ട്രോണിക് ഡിവൈസിലേക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യും. ആ പാസ് ചെയ്യുന്ന ആ ഇലക്ട്രോണിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രോസസ്സ് ആയിരിക്കും. ഈ സെൻസർ ഈസ് ഓൾവേസ് യൂസ്ഡ് വിത്ത് അതർ ഇലക്ട്രോണിക്സ്. നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള ചേഞ്ചസും ഇവൻറ്റ്സൊക്കെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ വേറെ ഇലക്ട്രോണിക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യലാണ് സെൻസറിൻ്റെ വർക്ക്. ആൻഡ് എ സെൻസർ ഈസ് ഓൾവേസ് യൂസ്ഡ് വിത്ത് അതർ ഇലക്ട്രോണിക്സ്. എ നമ്പർ ഓഫ് വോൾട്ടാമെട്രിക് സിസ്റ്റംസ് ആർ പ്രൊഡ്യൂസ്ഡ് കമേഴ്ഷ്യലി used for the determination of specific ions that are of interest in industry and research. These devices are sometimes called electrodes but are in fact complete voltammetric cells and are better referred to as sensors. സ്പെസിഫിക് സ്പീഷീസിനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വോൾട്ടാമെട്രിക് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഡിവൈസസിനെ നമ്മൾ ഇലക്ട്രോഡ്സ് എന്ന് പറയും. കംപ്ലീറ്റ് വോൾട്ടാമെട്രിക് സെൽസ് ആണെങ്കിൽ അതിനെ നമ്മൾ സെൻസേഴ്സ് എന്നാണ് പറയുന്നത്. ദീസ് ആർ എംപ്ലോയ്ഡ് ഫോർ ദ അനാലിസിസ് ഓഫ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് അനലൈറ്റ്സ് ഇൻ വേരിയസ് മെട്രിസസ്. അതിൻ്റെ ഡിറ്റക്ഷൻ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് അനലൈറ്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെൻസേഴ്സ് മെയിൻലി യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളാണ് ഫെറോസിൻ. Ferrocin and its derivatives on the basis of electrochemical biosensors and sensors. ഫെറോസിൻസ് നമ്മൾ ബയോസെൻസേഴ്സും സെൻസേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. അതിൻ്റെ ഫിസിയോകെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫെറോസിൻ എനേബിൾ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ സെൻസർ ഡിവൈസസ്, സ്പെഷ്യലി ഇലക്ട്രോകെമിക്കൽ സെൻസേഴ്സ്. അതിൻ്റെ ഫിസിയോകെമിക്കൽ ക്യാരക്ടേഴ്സാണ് അതിനെ ഇങ്ങനൊരു രീതിയിൽ ഡെവലപ്പ് ചെയ്യിപ്പിച്ചത്. Then voltammetric sensors with laterally placed working electrodes are an interesting alternative to classic electrodes since they often enhance performance in electroanalysis. Their characteristics include easier preparation of measurement, removal of interferences and gas bubbles, amplification of mass transport and possibility of miniaturization and automation. അതായത് ഈ വോൾട്ടാമെട്രിക് സെൻസേഴ്സിന് ഒരുപാട് എൻഹാൻസ്ഡ് പെർഫോമൻസ് ഉണ്ട് ഇലക്ട്രോ അനാലിസിസിന്. അവരുടെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ഈസിയർ പ്രിപ്പറേഷൻ ഫോർ മെഷർമെൻറ്റിന് മുന്നേ എല്ലാം ഈസിയർലി പ്രിപ്പയർ ചെയ്യുക, ഇൻ്റർഫറൻസും ഗ്യാസ് ബബിൾസിനൊക്കെ റിമൂവ് ചെയ്യുക, മാസ് ട്രാൻസ്പോർട്ടിനെ ആംപ്ലിഫൈ ചെയ്യുക ആൻഡ് എക്സെട്ര. So voltammetric sensors have wide application in today's world for determination of specific species and area of interest in industry and research. So I hope you all understand the topic well. Thank you.